ശ്രീ ശ്യാമരാജേന്ദ്ര സുവോളജിക്കൽ പാർക്കാണ് മൈസൂർ. ഞാൻ പുള്ളവിട്ട പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ്. മൃഗശാല കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. രാവിലെ 8:30 മണിക്ക് തുറന്ന 5:30 മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം കേട്ടോ. എല്ലാ ചൊവ്വാഴ്ചയും അവധി ദിവസമായിരിക്കും. കാഴ്ച ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ പക്ഷികളാണ് കേട്ടോ. പക്ഷികളുടെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ പലതരം പക്ഷികൾ, മൂങ്ങകൾ, പ്രാവുകൾ, മയിലുകളാണ് കേട്ടോ. പച്ച, വെള്ള, മഞ്ഞ പലതരത്തിലുള്ള മയിലുകൾ. ഇതൊരു തരം കാട്ടുകോഴിയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്നതിന് കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് ഈ കാട്ടുകോഴി കാണുന്നത്. മരക്കൊമ്പിലാണ് ഇരിക്കുകയാണല്ലേ കോഴി. കാട്ടിലെ മുത്തപ്പൻ കോഴിയാണ് ഇത് കേട്ടോ. ഇത് വലിയ ആഫ്രിക്കൻ തത്ത കേട്ടോ. സാധാ തത്തേനെ പോലെയല്ല, വലിപ്പത്തിലും സൗണ്ടിലും വ്യത്യാസമുണ്ട്. നമ്മുടെ മീൻകൊത്തി പൊന്മട്ട, വലിയ പൊന്മേന് ആണ് നമ്മളെ പഞ്ചവർണ്ണ തത്ത. നമ്മളുടെ പൂർവിക ജന്മമാണ് ഈ കാണുന്നത്. ആഫ്രിക്കൻ വാനരന്മാർ കേട്ടോ. ഞാനിവിടെ എത്തിയത് രാവിലെ ആയതുകൊണ്ടേ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ആളുകളായി വരുന്നുള്ളൂ. ഞാനൊരു 8 മണിക്ക് എത്തി, 8:30 മണിക്ക് ഇവിടെ കയറി കേട്ടോ. ആളുകളായി വരുന്നുള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായി. അടിപൊളി പുലിയാണ് വരുന്നത് കേട്ടോ. നല്ല സ്ട്രോങ് സാധനമാണ് അല്ലേ, പുള്ളിപ്പുലി. മൈസൂർ കാഴ്ച ബംഗ്ലാവിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഗ്ലാസ് ആയ കാരണമാണ് ഇത്ര അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5-6 പുലി അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ 2-എണ്ണത്തിനുള്ള പുറത്ത് കാണുള്ളൂ. ഇനി അടുത്തത് നമുക്ക് കടുവയെ കാണാം. നല്ലൊരു കടുവയാണ് കേട്ടോ. അടിപൊളി കടുവയാണ്, അല്ല ഉഷാറുള്ള കടുവ. കടുവേ 2 കടുവ ഉണ്ടായാലും ഒരെണ്ണത്തിന് പുറത്ത് കാണാനുള്ളൂ. ഇതൊരു വെള്ളക്കടുവയാണ് കേട്ടോ. വെള്ളക്കടുവയാണ്, അടിപൊളിയായിട്ടില്ലേ വെള്ളക്കടുവ. മൈസൂർ കാഴ്ച ബംഗ്ലാവിലെ പലവിധ കടുവകളുണ്ട് കേട്ടോ. വെള്ളയും മഞ്ഞയും. മീറ്റിംഗ്
ഗ്ലാസ്സിൽ തുടരുത്. ഗ്ലാസ്സിലുള്ള കാരണമാണ് നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്. കടുവേനും പുലിനൊക്കെ നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് ഗ്ലാസ് ആയ കാരണമാണ്. അതുകൊണ്ട് ഇവിടെ മൈസൂർ വരേണ്ടത് തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലയാണ്. ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ. അതും തൊട്ടടുത്ത് നിന്ന് കാണാം. അതാണ് മൈസൂർ വന്ന് നമുക്കുള്ള പ്രത്യേകത. മറ്റുള്ള കാഴ്ച ബംഗ്ലാവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ടിക്കറ്റിൻ്റെ ചാർജ് 120 റുപ്യാണ്. ഇതിനുള്ളിലാണ് സിംഹം, കാട്ടിലെ രാജാവുള്ള കേട്ടോ. ഇത് നോ എൻട്രി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മളെ വഴി. നമ്മളെ കാട്ടിലെ രാജാവ് സിംഹം അവിടെ കിടക്കാണ് കേട്ടോ. വെയിലായ കാരണേ മൂപ്പര് മയക്കത്തിലാണ്. പ്രായമുള്ളവർക്കൊക്കെ കയറി പോകാനേ, നടക്കാൻ പറ്റാത്തവർക്ക് വെറുതെ വണ്ടി ഉണ്ട് കേട്ടോ. അതിന് 50 രൂപ വേറെ ഫീസ് കൊടുക്കണം. നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ വണ്ടിയിൽ ഓരോ സ്റ്റോപ്പിലെത്തി നിർത്തും. അവിടെ കണ്ടിട്ട് വണ്ടിയിൽ കയറി പോവുക. ഇവിടെ ഇപ്പം മൃഗശാല നടന്ന് കാണുന്നുണ്ടെങ്കിലേ ഏകദേശം മൃഗശാല ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മൃഗശാല കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഏറെക്കുറെ ആൾക്കാർ വണ്ടി ആശ്രയിക്കുന്നത്. കാലുവേദന നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ. നമ്മൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാത്ത കാരണം നമ്മൾ നടന്നിട്ട് കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സൗത്ത് ആഫ്രിക്കൻ മങ്കീസാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് സൗത്ത് ആഫ്രിക്കൻ കാടുകളിൽ കാണപ്പെടുന്നൊരു ഇനം മങ്കിയാണ്. കണ്ടില്ലേ? കാണാൻ നല്ല രസമാണ്. വാലിൻ്റെ കിപ്പിട്ട് കറുപ്പും തലയും കറുപ്പ്, ബാക്കിയുള്ള ഭാഗമൊക്കെ ചാര നിറം. കരടി ഒരെണ്ണം തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നു. 2 കരടി ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഒരെണ്ണത്തിന് ഇവിടെ കാണുന്നുള്ളൂ. മൂപ്പര് രാവിലെ എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഒരു വെജിറ്റബിളിൻ്റെ ആളെ തോന്നുന്നു. വെജിറ്റബിളാണ് കൂടുതൽ കഴിക്കുന്നത്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ ശല്യപ്പെടുത്തണ്ട. മൂപ്പര് ഭക്ഷണം കഴിക്കല്ലേ. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ഇറങ്ങി പോവുകയാണ്. ഊഞ്ഞാൽ, ആ ഊഞ്ഞാലിൻ്റെ മുകളിലുണ്ട് ഫുഡ് ഇരിക്കുന്നു. അപ്പോൾ മൂപ്പരിന് ഊഞ്ഞാലിൽ നിന്നിട്ട് ആടാനുള്ള പരിപാടി തോന്നുന്നു. കണ്ടില്ലേ? പറഞ്ഞത് പറ്റിയില്ല. അപ്പോൾ മൂപ്പര് അവിടെ നിന്ന് പോയി കല്ലുമ്മ കയറിയിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. എൻ്റെ മുഖം കാണണ്ടെന്ന മട്ടിൽ. ഇതാണ് നമ്മുടെ കണ്ടാമൃഗം. കേട്ടിട്ടില്ലേ? കണ്ടാമൃഗത്തിൻ്റെ തോലിൻ്റെ തൊലിക്കട്ടിന്ന്. അതാണ് കണ്ടാമൃഗം. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണുന്ന ഒരു വരിയൻ പുലിയാണ്. ഇത് നല്ല പവറട്ടോ. ഓടാൻ വളരെ കേമനാണ്. പറയാൻ കുതിരയാണ് ഇട്ടത്. ഇവിടെ ഏകദേശം 8:30 മണിക്ക് കയറിയതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ മണി 10:30 മണിയായി. 2 മണിക്കൂറായിട്ടും ഇതിൻ്റെ പകുതി സ്ഥലം കണ്ടില്ല. പിന്നെ ഞാൻ വീഡിയോയിൽ ഫുള്ള് എടുക്കുന്നില്ല. വീഡിയോ ലെങ്ത്ത് കൂടിയൊക്കെ കഴിഞ്ഞാൽ ആളുകൾ കാണില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിൽ വീഡിയോ എടുക്കുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങളും പ്രധാനപ്പെട്ട മൃഗങ്ങളെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ.
അടുത്തത് മാനുകളെ കാണാം, പലതരം. ഒരുപാട് മാനുകൾ ഒരുമിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ രസമാണ്. ആദ്യം നോക്കുമ്പോൾ മാനിനെ കണ്ടില്ല, ഇത് വേറെ ഒരു മാനാണ് കേട്ടോ. മാനുകൾ വിശ്രമിക്കുകയാണ്, ഒരുപാട് മാനുകൾ. നമ്മളെ നരിട്ടാ, നരിയാണ്. അതിൻ്റെ നോട്ടം കണ്ടില്ലേ, അത്രയും ശൗര്യമാണ് ഈ നരിക്കേ. കുറുനരി. ഞാൻ ഒരുപാട് കാലമായി മനസ്സിലാഗ്രഹിക്കുന്ന ഒന്നാണ് കേട്ടോ മൈസൂർ വരണമെന്ന്. ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. മൈസൂർ വന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാഴ്ചബംഗ്ലാവ് കാണാനൊക്കെ സാധിച്ചു. നമ്മൾ ലാസ്റ്റ് കലമാൻ്റെ അടുത്തെത്തിയിട്ടാ. ഇത് വേറെ തരം മാനാട്ടാ. 5-8 ഐറ്റം മാനുണ്ട്. എല്ലാം മാനുകളുടെ പേര് ഇവിടെ കന്നഡയാണ് എഴുതി വെച്ചിരുന്നത്, കാരണം നമുക്ക് വല്ലാതെ അറിയില്ല. അധികം കന്നഡയാണ്, ഇംഗ്ലീഷ് കുറവാണ് ബോർഡിൽ. ഇവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ. പിടിയാനകളാണ്. 4 ആനകളെ ഇവിടെ കണ്ടു കേട്ടോ. മണ്ണ് വാരി കളിക്കുകയാണ് പിടിയാനകൾ. അവർക്ക് മണ്ണിൽ കളിച്ചുള്ള ശീലമുള്ളൂ. മണ്ണ് വാരി തലയിലേക്ക് ഇടുകയാണ്. ഇതാണ് കാട്ടി. കാട്ടുപോത്ത് പോലത്തെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട കാട്ടി എന്ന് പറയും. ഇതാണ് കാട്ടുപോത്ത്. ഏകദേശം കണ്ടാൽ രൂപസാദൃശ്യമൊക്കെ ഒരേ പോലെ തന്നെ കേട്ടോ. കാട്ടുപോത്ത്, ഇവിടെ സാധാ പോത്തൊക്കെ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഇതാണ് ഹിപ്പോപ്പൊട്ടാമസ്. അത് ഏത് വെള്ളത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ തോന്നുന്നു. ഇത് കണ്ട മരത്തിന്റെ കഷ്ണം പറയൂ. ഇതാ നെയ്യാറ്റിൻകരയിൽ പോയ കാണാം. ചീങ്കണ്ണിയാണ് കേട്ടോ, ചീങ്കണ്ണി. ഇതാ മുതലട്ടോ. മുതലൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്, ഉച്ചവെയിൽ വരുന്നേ. ഇത് വലിയൊരു മുതലാണ് കേട്ടോ. കൊറ്റികൾ കേട്ടോ. ആഫ്രിക്കൻ കൊറ്റി, ജർമ്മൻ കൊറ്റി, ഇന്ത്യൻ കൊറ്റിയൊക്കെ ഉണ്ട്. ഇതിൽ കേരളത്തിലെ കൊറ്റിയുണ്ട് കേട്ടോ. അടിയിലിരിക്കുന്നത് കേരളത്തിലെ കൊറ്റിയാണ്. കറുപ്പ് ഡക്ക്. ഞാൻ ആദ്യമായിട്ട് അത്ര വലിയ ഡക്കിനെ കാണുന്നുണ്ട്, കറുപ്പ് ഡക്കിനെ. ഇത് ആഫ്രിക്കൻ ഡക്കാണെന്നാണ് തോന്നുന്നു, ആഫ്രിക്കൻ ഡക്ക്.
എടുത്തേ നല്ല ഭംഗിയ താറാവിനെ കാണാനിട്ടാ. ആഫ്രിക്കൻ താറാവിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതേട്ടാ ജിറാഫാണ്. 2 ആളെ 3 ആളെ പൊക്കണ്ടിട്ടാ. ഇതിനകത്ത് ഒരുപാട് ജിറാഫുകളുണ്ട് കേട്ടോ. മൈസൂർ കാഴ്ച ബംഗ്ലാവിൽ അവസാനമായി വരുന്നത് ജിറാഫാണ്. 8:30 മണിക്ക് നമ്മൾ തുറന്നപ്പോൾ കയറിയതാട്ടാ. ഇപ്പോൾ മണി 11:30 കഴിഞ്ഞു. 3 മണിക്കൂറായിട്ടാ. ഇതിനകത്ത് തന്നെ സ്പീഡിൽ കണ്ടിട്ടാണ് പോയിക്കുന്നത്. ശരിക്കും ഇതിനോട് നടക്കുകയാണെങ്കിലേ ഒരു 3 മണിക്കൂർ നേരം നടക്കാണ്ട് 5 കിലോമീറ്റർ എത്തി പിടിക്കണമെങ്കിലേ. സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ 120 രൂപ കൊടുത്താലും അതിന് മാത്രം ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് മൃഗങ്ങളെ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞു. അപ്പോൾ നമ്മളിത് പോരുകയാണ്. ഇതേപോലെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.